ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്വർഗത്തിലേക്ക് നോക്കൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 19 അധ്യായം 1 വാക്യം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ ആകാശത്തേക്ക് നോക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധന്മാരും അങ്ങനെ ചെയ്യുന്നു. മുകളിലേക്ക് നോക്കുന്ന പ്രവൃത്തി ഒന്നു തന്നെയാണെങ്കിലും പ്രതീക്ഷകളിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകത്തിലെ ആളുകൾ നക്ഷത്രങ്ങളെ നോക്കുകയും ജ്യോതിഷത്തിൽ തെറ്റായി വിശ്വസിക്കുകയും ചെയ്യുന്നു. അവരെ കാത്തിരിക്കുന്നത് നല്ലതോ ചീത്തയോ എന്ന് ആകാംക്ഷയോടെ ചിന്തിക്കുന്നു. എന്നാൽ അബ്രഹാം നക്ഷത്രങ്ങളെ നോക്കി അവയിൽ ദൈവത്തിന്റെ വാഗ്ദാനം കണ്ടു. അവന്റെ പിൻഗാമികൾ സ്വർഗത്തിലെ നക്ഷത്രങ്ങളെ പോലെ എണ്ണമറ്റമായവരായിരിക്കുമെന്ന് അവൻ കണ്ടു. മറുവശത്ത് രാഷ്ട്രങ്ങളുടെ പ്രതിരോധ സേന ഭയത്തോടെ ആകാശം പരിശോധിക്കുന്നു. ശത്രു വിമാനങ്ങൾ എവിടെ നിന്ന് വരുമെന്നോ, മിസൈലുകൾ, ആണവ പോർമുനകൾ എവിടെ നിന്ന് വീഴുമെന്നോ ആശ്ചര്യപ്പെടുന്നു. മുകളിൽ നിന്ന് അപകടം കണ്ടെത്താൻ ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ അതിർത്തികളിൽ എല്ലായിടത്തും റഡാർ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ ലോകത്തിന്റെ പ്രതീക്ഷ ഭയവും നാശവുമാണ്, ബോംബുകളും യുദ്ധവുമാണ്. എന്നാൽ ദൈവമക്കളായ നാം സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഖ്യാപിക്കുന്നു. അവന്റെ സൃഷ്ടിയെ കാണുമ്പോൾ എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിനെ നാം ആരാധിക്കുന്നു. ആകാശം ഭയത്തെ മാത്രമല്ല സ്തുതിയെയും ഉണർത്തുന്നു. ആകാശം അവന്റെ മഹത്വം പ്രഖ്യാപിക്കുക മാത്രമല്ല, അവ അവന്റെ നീതിയെയും വെളിപ്പെടുത്തുന്നു. ആകാശം അവന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു. സകല ജാതികളും അവന്റെ മഹത്വം കാണുന്നു എന്ന് സങ്കീർത്തനം 97 അധ്യായം 6 വാക്യത്തിൽ കാണപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, ലോക സൃഷ്ടി മുതൽ അവന്റെ അദർശ്യ ഗുണങ്ങൾ വ്യക്തമായി കാണപ്പെടുന്നു. അവന്റെ നിത്യശക്തിയും ദൈവത്വവും പോലും സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളാൽ മനസ്സിലാക്കപ്പെടുന്നു. അതിനാൽ അവയ്ക്ക് ഒഴികഴിവില്ല എന്ന് റോമർ 1 അധ്യായം 20 വാക്യത്തിൽ കാണപ്പെടുന്നു. ലോകത്തിലെ ആളുകൾ സൃഷ്ടിയെ നോക്കുകയും ജീർണതയും നാശവും കാണുകയും ചെയ്യുന്നു. എന്നാൽ ദൈവജനമായ നാം സൃഷ്ടിയെ നോക്കുകയും നമ്മുടെ സൃഷ്ടാവിനെ കാണുകയും ചെയ്യുന്നു. നക്ഷത്രങ്ങളെയും താരപഥങ്ങളെയും കാണാൻ ശാസ്ത്രജ്ഞർ ദൂരദർശിനികൾ ഉപയോഗിക്കുന്നു. എന്നാൽ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ സ്വർഗത്തിനപ്പുറം ക്രിസ്തുവിനെ നാം കാണുന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അവൻ കയറി തിരിച്ചു വരുമെന്ന് വാഗ്ദാനം ചെയ്തു. യേശു സ്വർഗാരോഹണം ചെയ്യുന്നത് ഗലീലയിലെ പുരുഷന്മാർ നോക്കി നിന്നപ്പോൾ 2 ദൂതന്മാർ അവരോട് ചോദിച്ചു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇത് അപ്പോസ്തലപ്രവൃത്തികൾ 1 അധ്യായം 11 വാക്യത്തിൽ കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 തെസ്സലോനിക്കർ 4 അധ്യായം 16 വാക്യം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ദാനിയേൽ 3-4 അധ്യായങ്ങൾ, വൈകുന്നേരം 1 യോഹന്നാൻ 5 അധ്യായം. ആമേൻ.